ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാലൻ എന്തായാലും പോലീസിനെ വിളിച്ച് അറിയിച്ചിട്ട് കുറ്റമെല്ലാം സ്വയം ഏറ്റെടുക്കാം എന്നുള്ള തീരുമാനത്തിലാണല്ലോ. അപ്പോൾ ഗോമതി ചെന്ന് വഴക്ക് പറയാണ്, ബാലേട്ട അത് വേണോ, അതിൻ്റെ ആവശ്യമില്ല. ബാലേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കാണാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല, ഞങ്ങളതിന് സമ്മതിക്കില്ല എന്നാലും മോളും പറയുന്നുണ്ട് കേട്ടോ. ഗോമതിയും പറയുകയാണ്. അനുമോൾ കരഞ്ഞ് കരഞ്ഞ് അവിടെ തളർന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ഈ കുറ്റം ഞാൻ എടുത്താൽ തൻ്റെ ഏട്ടന്മാർ പോലും സംശയിക്കില്ല. കാര്യം അറിയാമല്ലോ, വർഷങ്ങളായിട്ടും കുടുംബപരമായിട്ട് നമ്മളിങ്ങനെ ഒരു പകയുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു കടുങ്കൈ ചെയ്തു, അങ്ങനെ കരുതിയാൽ മതി. ബാലേട്ടാ അത് മതി, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മോളുടെ ഭാവി എന്താവും പറ. ഇവളെ രക്ഷിക്കണ്ടേ നമുക്ക്? അതുകൊണ്ട് ഞാൻ ഈ കുറ്റം ഏറ്റെടുത്താലേ പറ്റുള്ളൂ എന്ന് ഇനി ഇതിൽ വേറെ ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ല. ഞാൻ എൻ്റെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളാരും എന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് ബാലൻ അങ്ങ് ഉറപ്പിച്ച് പറയാട്ടോ. അനുമോൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. പിന്നെയും അതുപോലെ ഗോമതിക്കും എന്ത് ചെയ്യാനാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ ബാലൻ എന്തായാലും തീരുമാനത്തിൽ നിന്ന് മാറ്റമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറി വന്ന് ഫോൺ എടുക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ഗോമതി പറഞ്ഞു, വേണ്ട വേണ്ടാന്ന്, നീ അങ്ങോട്ട് മാറി നിന്നേ, ഇനി ഇതിൽ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. രാമപുരം പോലീസ് സ്റ്റേഷനിലേക്കാണ് വിളിക്കുന്നത്. സാർ, അത് എൻ്റെ പേര് ബാലൻ എന്നാണ്, ഗോമതി സ്റ്റോറിനടുത്താണ് ഈ നാട്ടിൽ. അത് എനിക്ക് എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ കാര്യങ്ങൾ പറയാനായിട്ട്. ആ സമയത്ത് എന്നെ അവിടെ കിടക്കുന്ന അലോകിൻ്റെ കൈ പതിയെ ഒന്ന് ചലിക്കുന്നുണ്ട്. നമ്മുടെ ഗോമതി കാണുകയാണ് കേട്ടോ. ഗോമതി നോക്കുമ്പോൾ കൈ അനങ്ങാണ്. പിന്നെ തൊട്ടിപ്പുറത്തെ കൈയും തലയും ഒക്കെ അവ അനക്കുന്നുണ്ട് കേട്ടോ. ബാലേട്ടാ എന്ന് വിളിക്കുകയാണ്. ബാലൻ ഈ സംസാരത്തിൽ മുഴുകുന്നുണ്ട്. പെട്ടെന്ന് ഗോമതി പറയണത് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോമതി ഉറച്ച് വിളിക്കുകയാണ്, ബാലേട്ടാന്ന് അങ്ങ് വിളിക്കുക കേട്ടോ. എന്താ കാര്യം? അങ്ങോട്ട് നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ കണ്ണുകളൊക്കെ ഒന്ന് അനങ്ങാണ് കേട്ടോ. അതോടുകൂടി ബാലൻ സ്തബ്ധയായി നിന്നുപോയി. ജീവൻ വന്നു അവന്. പെട്ടെന്ന് തന്നെ ഫോണിനവിടെ വലിച്ചെറിയുന്നുണ്ട് ആ ബെഡിലേക്ക്. എന്നിട്ട് പതുക്കെ അവൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഇവൻ ഈ ബോധം വീണോ, കഴുത്തിനൊക്കെ ഒരു അടി കിട്ടിയതല്ലേ, കഴുത്തൊക്കെ ഒന്ന് തടവുകയും തിരുമ്മൊക്കെ ചെയ്തിട്ട് ആന്നൊരു വിളിച്ച് ചാടി ഒരു ഒറ്റ എഴുന്നേൽപ്പാണ്. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് പെട്ടെന്ന് ഒരു നിമിഷം അലോകന് ഓർത്തെടുക്കാൻ പറ്റണില്ല. പെട്ടെന്ന് ബാലന് മനസ്സിലായല്ലോ ഇവന് ജീവനൊക്കെ തിരിച്ചു കിട്ടിയത്. ബാലൻ പതിയെ അങ്ങോട്ട് എണീറ്റ് അവനെ വലിച്ചെടുത്ത് നിർത്തി അടിച്ച് പറ്റിക്കാനുണ്ടോ, ശരിക്കും അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാം, എന്തിനാടാ നീ ഈ മുറിക്കകത്ത് കയറിയത്? പറയടാ, എന്തായിരുന്നു നീ ഉദ്ദേശം പറയാൻ എന്നും പറഞ്ഞ് അടുത്ത അടി കൊടുക്കാനായിട്ട് അലോകനൊന്നും പറയാൻ പറ്റുന്നില്ല. അലോകന് പെട്ടെന്ന് എന്താ സംഭവിക്കണമെന്നും നേരത്തെ എന്താ സംഭവിച്ചതെന്നും ഒന്നും അങ്ങോട്ട് പിടികിട്ടണില്ല. ആരാടാ പിടിച്ച് കയറ്റിയത്? പറയാൻ. ഇതിനകത്ത് ആരാ നിന്നെ വിളിച്ച് കയറ്റിയത്? പറയടാ. പറയാനാ പറഞ്ഞത് എന്നും പറഞ്ഞാൽ ഷർട്ട് പിടിച്ച് വെച്ചിട്ട് വീണ്ടും അടിക്കുകയാണ് കേട്ടോ. ഇവനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. ആര് വിളിച്ചിട്ടാടാ നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം സുകന്യ ആകെപ്പെട്ട് നിൽക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സുകന്യയുടെ പേരെങ്ങാനും അലോക് പറഞ്ഞു പോയാൽ അവിടെ വെച്ച് തീർന്നില്ലേ. അപ്പം വീണ്ടും ഷർട്ട് പിടിച്ച് വലിച്ച് ചോദിക്കാനിട പറയാൻ. അപ്പോഴാണ് ഗോമതി ഓടി വന്നിട്ട് പറയണ, ബാലേട്ടാ വിടാൻ. ദേ, കൊലപാതക കുറ്റത്തിന് ബാലേട്ടൻ ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവമായിട്ടാണ് നമ്മളിപ്പോൾ രക്ഷപ്പെടുത്തിയത്. പിന്നെ ഇവൻ എന്ത് കാര്യത്തിന് വന്നതായാലും ശരി, നമുക്കിപ്പോൾ അതല്ല പ്രധാനം. അറിയാലോ, ദേവി ആശുപത്രിയിലാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിൽ എത്തണം. അവിടെ മീനാക്ഷി തരിച്ചാണ്, നമുക്ക് എത്തിയേ പറ്റൂ. അവൾക്കൊരു തുണയായി അവിടെ എത്തണം. ഇവനെ പറഞ്ഞു വിട്ടേക്ക് ബാലേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങോട്ട് കരയാൻ തുടങ്ങി. അപ്പം അതുപോലെ തന്നെ മനു അവിടെ ഇരുന്നും കൊണ്ട് മുഖം കൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ. എന്നിട്ട് അനുവിനെ ഇങ്ങനെ ചെറിഞ്ഞ് നോക്കുകയാണ് കേട്ടോ നമ്മുടെ അലോക്. ബാലനെ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പം വീണ്ടും ബാലനെ അടുത്തേക്ക് വന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, പറ, നീ എന്തിനാണ് ഇതിനകത്ത് കയറി വന്നത്? നീ ആരെ കാണാനാണ് ഇതിനകത്ത് വന്നതെന്നും ഇവൻ ആരെയാണ് വിളിച്ച് കയറ്റിയെന്നും പറയാതെ ഇവനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ല എന്ന് പറഞ്ഞാൽ ഷർട്ടിൽ അങ്ങോട്ട് കുത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി സുകന്യയുടെ കൺട്രോൾ പോയി. അപ്പോൾ സുകന്യ എന്താ ചെയ്യണമെന്നറിയാമോ? പെട്ടെന്ന് അടവ് മാറ്റാൻ വേണ്ടി ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ഒരു തവണ ഇവൻ നമ്മുടെ ഗോമതി ചേച്ചി കൊല്ലാൻ നോക്കിയതല്ലേ, വീണ്ടും അവൻ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. ആദ്യം നടക്കാത്തതുകൊണ്ട് വീണ്ടും കയറി വന്നിരിക്കുന്നു. തക്ക അവസരം നോക്കിയിട്ട് അവൻ വന്നിരിക്കുന്ന കണ്ടില്ലേ? വീണ്ടും നീ ചേച്ചി കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലടാ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ ലോകൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുണ്ടടാ കുടുംബക്കാരും തമ്മിൽ പകയും വൈരാഗ്യമൊക്കെ ഇറങ്ങിപ്പോടാ നീ അങ്ങോട്ട്. അപ്പോൾ തന്നെ ആ ലോകന് ദേഷ്യം വന്നിട്ട് സുകന്യ ചെറിഞ്ഞ് നോക്കാട്ടോ. സുകന്യ ഉടനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, നീ പൊക്കോളാൻ.
അടവാണെന്നുള്ളത് ഇതൊക്കെ നമ്മുടെ അനുവിന് മനസ്സിലാവണം കേട്ടോ. അപ്പോൾ അനു അന്തം വിട്ട് നോക്കുക ഇവരുടെ പെട്ടെന്നുള്ള ആ ഒരു സ്വഭാവ മാറ്റവും. എന്നാലും ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊരാശ്വാസം നമ്മുടെ അനു മോളുടെ മുഖത്തുണ്ട്. എന്നിട്ടും അലോക് പോകുന്നില്ല. ബാലൻ അലോകിനെ പറഞ്ഞു വിടാൻ തയ്യാറല്ല എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് സുകന്യ ഓടി അടുത്തേക്ക് വരണം. വാടാ വാടാ ഇവിടെ ഇങ്ങോട്ട് വരാൻ എന്നും പറഞ്ഞ് സുകന്യ തന്നെ ആ കൈ ഇങ്ങനെ വലിച്ചു പിടിച്ചും കൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. ഇറങ്ങിപ്പോടാ വെളിയിലെന്നും പറഞ്ഞുകൊണ്ട് ബാലനാണെങ്കിൽ ആകെ ഒരു കൺഫ്യൂഷനായി ദേഷ്യം കൊണ്ട് വിറച്ച് നിൽക്കുകയാണ്. ബാലേട്ടനൊന്നും ആലോചിക്കേണ്ട, നമുക്ക് എത്രയും വേഗം ആശുപത്രിയിൽ പോവാം, ബാക്കിയെല്ലാം പിന്നെ അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് ബാലനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ അനുമോൾ അവിടെ നിന്ന് കരയാട്ടോ. പക്ഷേ ബാലൻ അനുമോളെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അനുമോൾ അതിലങ്ങ് ദഹിച്ച് പോവാണ് കേട്ടോ. എന്നിട്ട് അനുമോളെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അനുമോൾ പേടിച്ച് വിറച്ച് തിരിഞ്ഞങ്ങ് നിൽക്കുകയാണ്, ബാലന് മുഖം പോലും കൊടുക്കാണ്ട്. എന്നിട്ടോ ബാലൻ വീണ്ടും അടുത്തേക്ക് ചെന്ന് ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് മൊത്തത്തിൽ അനുമോൾ തെറ്റുകാരിയാണെന്നുള്ള കാര്യം, അനുമോളെ വിളിച്ചിട്ടായിരിക്കും അലോക് വന്നതെന്നുള്ള കാര്യം 100% ബാലൻ ഉറപ്പിച്ചു. എന്നിട്ട് പുറത്തേക്ക് ചെന്ന് ഇരുന്നങ്ങ് തലയിൽ കൈയും കൊടുത്ത് ആകെ തളർന്നിരിക്കാൻ കേട്ടോ. ആശുപത്രിയിൽ പോകാൻ വേണ്ടി ഇറങ്ങാൻ പറഞ്ഞിട്ടും ബാലൻ അനങ്ങണില്ല. അങ്ങനെ അനുമോൾ പേടിച്ച് കുറച്ച് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പം ഗോമതി ചെന്ന് ബാലനോട് കാര്യങ്ങൾ ചോദിക്കണം. എന്താ ബാലട്ട, എന്തിനാ ബാലട്ട ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ദൈവം എന്തായാലും നമ്മൾ രക്ഷിച്ചല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജയിലിൽ പോകേണ്ട കാര്യം വരൂലേ ഇവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ. അപ്പോഴാണ് ബാലൻ പറയുന്നത് കേട്ടോ, ഗോമതി നമ്മളൊക്കെ നമ്മുടെ മക്കളെ എത്രമാത്രം സ്നേഹിച്ചാണ് വളർത്തിയത്. എന്താ ബാലട്ട അങ്ങനെ പറയണത്? അല്ല, നമ്മൾ ഒത്തിരി സ്നേഹം വാരിക്കോരി തന്നെ അവരെ വളർത്തിയെന്ന എൻ്റെ വിശ്വാസം. എന്നിട്ടും അവർക്ക് എന്താ നമ്മളെയൊക്കെ ചതിക്കാൻ വേണ്ടി തോന്നുന്നത് എന്ന് പറഞ്ഞ് ബാലൻ കണ്ണ് നിറഞ്ഞ് കരയാട്ടോ. ഇതും കേട്ടും കൊണ്ട് അനുമോൾ മാറി നിന്നും കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അനുമോൾക്കും സഹിക്കാൻ പറ്റണില്ല, ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ ബാലനാകെ തകർന്നു പോയിട്ട് ഗോമതിക്കും മറുപടി ഒന്നും പറയാനാവുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അലോക് ഉണ്ടല്ലോ നേരെ വീട്ടിലേക്ക് ചെന്ന് കയറാണ് കേട്ടോ. അവിടെ ചെന്ന് ഇങ്ങനെ കയറുമ്പോഴത്തേക്കിന് കഴുത്തൊക്കെ നല്ല വേദന, അടികൊണ്ടതും പിന്നെ കമ്പി കൊണ്ട് ഓങ്ങി അടിച്ചതല്ലേ കഴുത്തിന്. അപ്പോൾ അതും ഒക്കെ ആയിട്ട് ആകെ തളർന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് വീട്ടിൽ വന്ന് കയറുന്നത്. വന്ന പാടെ രാജശ്രീ വന്ന് ചോദിക്കുന്നു, എടാ നീ എവിടെയായിരുന്നടാ ഇത്രയും നേരം? അച്ചുവേട്ടാ ദേ അലോക് വന്നു. എടാ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോക്കൂടെ, നിന്നെ എത്ര നേരിട്ട് വിളിക്കുന്നിടാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മോനെ വഴക്ക് പറയാം. എന്താണ് നിൻ്റെ ഷർട്ടൊക്കെ പൊടി പിടിച്ചിരിക്കുന്നത്? എന്ത് പറ്റി? അമ്മേ അത് ഞാൻ കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ മാച്ചിന് പോയതാ. ഫുട്ബോൾ മാച്ചോ? അതിന് നീ ഫുട്ബോളിനൊന്നും പോവില്ലല്ലോടാ, പിന്നെ എന്താ എന്ന് അച്യുതനും രാജശ്രീയും കൂടി ചോദിക്കുക കേട്ടോ. അല്ല അതൊരു ക്ലബിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാ. ഏത് ക്ലബിന് വേണ്ടിയിട്ട്? അതൊന്നും അച്ഛന് അറിയത്തില്ല. അലോക് ആകെ ക്ഷീണിച്ചാൽ നിൽക്കുന്ന കേട്ടോ, ഒരു ബോധമില്ലാത്ത അവസ്ഥയിലും. എടാ കമ്പനിയിലൊക്കെ എന്തുമാത്രം അത്യാവശ്യമുള്ളത് ആണെന്നിട്ട് നിന്നെ അങ്ങോട്ട് അയക്കാൻ വേണ്ടി എത്ര തവണ വിളിച്ചു. എന്നിട്ട് ഒടുവിൽ അച്ചുമായിട്ട് ഒറ്റയ്ക്ക് പോവേണ്ടി വന്നു. എന്നിട്ട് ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ. ശരി എന്നും പറഞ്ഞൊരു മൂളലും മൂളി അങ്ങ് പോയി. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എടാ നിൽക്കുക നീ എന്താ ഒരു മൂളലും മൂളിയിട്ട് അങ്ങ് പോവാണോ? എടാ നീ കള്ളം പറയണ്ട, ഞാൻ പറയണമെന്ന് നിനക്ക് എന്തോ ഒരു പന്തിക്കേട് തോന്നുന്നുണ്ട്. അച്ഛാ ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എനിക്കിപ്പോൾ ഒന്ന് നല്ല ക്ഷീണമുണ്ട്, കളിച്ചതിൻ്റെയാണ്. ഞാൻ നിങ്ങളോട് എന്തിനാണ് കള്ളം പറയുന്നത്? എനിക്ക് പോയി ഒന്ന് കിടക്കണം. എടാ രാജശ്രീ പറഞ്ഞല്ലോ ഇന്നലെ നിൻ്റെ കവളത്തൊക്കെ എന്തോ പാട് കണ്ടു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ തല തിരിച്ചങ്ങ് നോക്കട്ടെ അയ്യോ എന്നും പറഞ്ഞൊരു വിളിക്കുകയാണ് നമ്മുടെ അലോക്. അയ്യോ എന്ത് പറ്റിയടാ നിൻ്റെ കഴുത്തിന്? എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ലെന്നേ, അത് ചെറുതായിട്ടൊന്ന് ഉളുക്ക് പറ്റിയതാ എന്നും പറഞ്ഞുകൊണ്ട് അലോക് പിന്നെ മുഖം കൊടുക്കാണ്ട് നേരെ ഒരു പോക്ക് പോവാണ്. പക്ഷേ രാജശ്രീ വന്ന് പറഞ്ഞു, വാ നമുക്കൊന്ന് ആശുപത്രി പോകാൻ പാടാ. അമ്മയെ ഒന്ന് വിട്ടേ, എനിക്കൊന്ന് റെസ്റ്റ് ചെയ്താൽ പോകാമെന്നുള്ളതേ ഉള്ളൂ, നിങ്ങളൊന്ന് മാറിക്കേ. പക്ഷേ അച്ഛൻ തന്നെ നല്ല സംശയം അവനുണ്ടോ, എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അവൻ സംസാരിക്കില്ല, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും നിൽക്കത്തില്ലെന്ന്. അങ്ങനെ അലോക് നേരെ മുറിയിലേക്ക് ചെല്ലാൻ കേട്ടോ. അവിടെ ചെന്ന് കുറച്ച് നേരം ബെഡിലിരിക്കുമ്പോൾ തന്നെ അലോകിന് ദേഷ്യവും പകയും ഒക്കെ വരുവാണ്. കാരണം നാണമില്ലാത്തൊരവസ്ഥയായി പോയില്ലേ ദൈവമകൾക്ക് ചെന്ന് പെട്ട് എല്ലാവരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് പിടിച്ച് നാണം കെട്ട പട്ടിയെ പോലെ ഇറങ്ങി വരേണ്ട ആ ഒരു ഗതികയുടെ അങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നുണ്ട്. സ്വയം ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണമില്ലടാ, തല്ലും വാങ്ങി വന്ന് നിൽക്കാനായിട്ട് നിനക്ക് നാണമില്ലടാന്ന്. ഇത് നിൻ്റെ 2ാം ജന്മമാ. പിന്നെ ഇനിയിപ്പോൾ മരണത്തിൽ നിന്ന് ഞാൻ ജീവിച്ച് വന്നവനാ നീ. അതുകൊണ്ട് ഇനി വിട്ടുകളിയില്ല. ഉറപ്പായിട്ട് ഞാൻ എന്ത് തീരുമാനത്തിലാണ് അങ്ങോട്ട് പോയത് അത് ഞാൻ സാധിച്ചെടുക്കും. അനുമോളെ എടി നിന്നെ താലി കെട്ടി ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവരുമെടി. ഇനി എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഇതിൻ്റെ ശപഥം ഞാൻ നടത്തിയിരിക്കും. അനുശ്രീ നിന്നെ ഞാൻ താലി കെട്ടി കൊണ്ടുവരുമ്പോൾ ആ മീനാശ ഞാൻ തീർക്കും, അവൾക്കുള്ളതും ഞാൻ കൊടുക്കും. അവളാണ് എൻ്റെ തലയിൽ കമ്പി കൊണ്ട് അടിച്ചത്, കൊടുക്കുന്നുണ്ട് നിന്നും പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ കൈ കൊണ്ട്
ഇടിച്ച് മറിച്ച് എന്തൊക്കെയോ ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും രാജശ്രീ അകത്ത് കയറി വരിക കേട്ടോ. മോൻ്റെ ഈ പന്തി കേടും ഇങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിലും അമ്മയോട് തുറന്ന് പറയുന്നല്ലേ മോന്. പക്ഷേ ഇത്തവണ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവണം. അപ്പോഴാണ് രാജശ്രീ ഓടി വന്നിട്ട് മോനെ എന്താ നിനക്ക് പറ്റിയത്, ഒന്ന് പറയടാ, അമ്മയോട് സത്യം പറയടാ. എന്താ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നോ? അമ്മേ ഞാൻ ഒന്നും സംഭവിച്ചിട്ടില്ല, പലതവണ ഞാൻ അമ്മയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് കൈ ചൂണ്ടി അങ്ങോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ രാജശ്രീയുടെ മുന്നിൽ. ഈ അലോക് സാധാരണ അമ്മയെന്ന് പറഞ്ഞ ജീവനാണല്ലോ, അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ആദ്യമായിട്ട് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ രാജശ്രീ തകർന്നു പോവുക. എടാ എനിക്കിപ്പം മനസ്സിലായി നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. കാരണം ഇത്രയും കാലം നീ എൻ്റെ മുന്നിൽ കൈ ചൂണ്ടി ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ എന്താന്ന്. സത്യം പറ, നിനക്ക് എന്താ സംഭവിച്ചത്? പറയടാ, നിനക്ക് എങ്ങനെയാടാ തോന്നിയത് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? നാശം പിടിക്കാനായിട്ട് എനിക്ക് സമാധാനം തരില്ലേ 100 കൂട്ടം ഞാൻ പറഞ്ഞതാ, എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന്. കണ്ടോ, എനിക്കിപ്പം മനസ്സിലായടാ, എനിക്കിപ്പം മനസ്സിലായി നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. പറ, ഇതിപ്പോൾ ദേവമംഗലവുമായിട്ട് എന്തോ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, അതിൻ്റെ പകയാണ് അല്ലേടാ? അപ്പോൾ തന്നെ പെട്ടെന്ന് അമ്മയുടെ ഈ സങ്കടം കാണുമ്പോൾ നമ്മുടെ അലോക് പഴയ പോലെ അങ്ങ് വല്ലാത്ത വികാരം ആയി പോവാണ് കേട്ടോ. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ പോയിരിക്കണം. പെട്ടെന്നൊരു ആ ഒരു ഇതിലങ്ങ് പറഞ്ഞു പോയതാ. അമ്മേ, അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിലങ്ങ് പറഞ്ഞു പോയതാ. സോറി അമ്മേ, സോറി. ഞാൻ അമ്മയോട് പറയാം അമ്മേ, പക്ഷേ എനിക്കൊരു സമയം വേണം, ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല. വേണ്ടടാ, നീ ഒന്നും പറയണ്ടടാ, എനിക്ക് മനസ്സിലായടാ എന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ അപ്പോൾ നിൻ്റെ പ്രശ്നം ദേവമംഗലമായിട്ടാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിൻ്റെ അവസ്ഥയും എനിക്ക് മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ അവിടെ നിൽക്കുകയാണ്. പക ഉള്ളിലടക്കി നമ്മുടെ അലോക് എന്ത് ചെയ്യാൻ തയ്യാറായി അവിടെ നിൽക്കണം കേട്ടോ. ഈ സമയത്ത് ആശുപത്രിയിൽ കാണിക്കുന്നുണ്ട്. ആശുപത്രിയിൽ അലോകാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞുടുപ്പൊക്കെ നോക്കി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഡോക്ടർ വരികയാണ് കേട്ടോ. ആ സമയം ഡോക്ടർ വരുമ്പോൾ തന്നെ ഐസിയുലേക്ക് കയറി പോകുമ്പോൾ പെട്ടെന്ന് ആനന്ദ് ഡോക്ടറെ തടഞ്ഞു നിർത്തുന്നുണ്ട് ഡോക്ടറെ എന്ന് വിളിച്ചിട്ട്. അപ്പോൾ നേഴ്സ് പറഞ്ഞത് പേഷ്യൻ്റ് ദേവിയുടെ ഹസ്ബൻഡാണ് ഡോക്ടർ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം, അത് എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടാവരുത്, എത്ര പൈസ ആയാലും കുഴപ്പമില്ല, ദേവി ഇത് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം ഡോക്ടർ. അപ്പോൾ അവർ പറയാനുണ്ട്, നിങ്ങളൊന്ന് സമാധാനപ്പെടൂ, പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാവുന്നെല്ലാം ഞാൻ ചെയ്യും ഡോക്ടറെ, എനിക്ക് ദേവി ഒന്ന് കാണണം. ഇല്ല, ഇപ്പം കാണാൻ പറ്റില്ല, പേഷ്യൻ്റ് തിയേറ്ററിലാണ്, ബ്ലീഡിങ് ഇതുവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ? അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായി? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ക്ഷമയോടെ ഒന്ന് കേൾക്കണം. ഇപ്പം സ്കാനിങ് ആണ് നിലവിൽ. സ്കാനിങ്ങിൽ പ്രഗ്നൻസി അൺസ്റ്റേബിളായിട്ടാണ് കാണിക്കുന്നത്. കാരണം ബ്ലീഡിങ് കൺട്രോൾ ആവുന്നില്ല. ഇപ്പം നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അമ്മയുടെ കണ്ടീഷൻ സ്റ്റേബിൾ ആക്കുക, അതിനുള്ള പ്രൊസീജിയറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സമയം കളയാനില്ല. പ്രൊസീജിയർ തുടങ്ങാൻ നിങ്ങളൊരു ഒരു കൺസേൺ ഫോം ഉണ്ടല്ലോ, അതൊന്ന് സൈൻ ചെയ്ത് തരണമെന്ന് പറയാം കേട്ടോ. ഡോക്ടർ, എൻ്റെ കുഞ്ഞ് സേഫ് ആയിരിക്കുമല്ലേ? അത് പേഷ്യൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് കുഞ്ഞ് എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴത്തേന് പറഞ്ഞു ഡോക്ടർ, എന്താണെങ്കിലും പറഞ്ഞോളൂ. കുഞ്ഞ് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയുമ്പോൾ തന്നെ ആ ലോകം ആകെ തകർന്നു പോയി. നിങ്ങൾ സമാധാനപ്പെടും, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്തോളാം, അമ്മയും കുഞ്ഞിനെയും ഒരുപോലെ രക്ഷിക്കാനേ നമ്മൾ നോക്കത്തുള്ളൂ എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ ആനന്ദ് കൊണ്ടുവന്ന ആ കുഞ്ഞുടുപ്പിലേക്ക് നോക്കി കെട്ടിപ്പിടിച്ച് അവിടെ തകർന്നിരുന്ന് കരഞ്ഞ് പൊട്ടി കരയാനട്ടോ ആനന്ദ്, സഹിക്കാൻ പോലും പറ്റാണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.